Hi, hello, my dear students. We are starting the today's class, chapter 1, Invasion and Resistance. This is the last class of this first chapter. അപ്പോൾ പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഇന്നുകൊണ്ട് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഇതിനു മുമ്പ് ടീച്ചർ 5 വീഡിയോകൾ 5 ക്ലാസ്സുകൾ ഇൻവേഷൻ ആൻഡ് റെസിസ്റ്റൻസ് എന്നുള്ള ഈ ചാപ്റ്ററുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ 5 ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്തതിന് ശേഷം വേണം നിങ്ങളുടെ ഈ പാർട്ട് 6ലേക്ക് 6ാമത്തെ ഈ ഒരു ക്ലാസ്സിലേക്ക് കയറാൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കൊണ്ട് നമ്മൾ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുകയാണ്. റെസിസ്റ്റൻസ് എന്നുള്ള 2ാമത്തെ പോർഷൻ ഇന്ന് കംപ്ലീറ്റ് ആകുക. ഇപ്പം ഞാനൊരു ചാർട്ട് നിങ്ങളെ കാണിക്കാം. ഈ ചാർട്ടിലെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. എന്തൊക്കെയാണ്? പെസൻറ്റ് റിബല്യൻസ് which were the peasant rebellions, Sannyasi Fakir rebellion, Indigo farmers rebellion. Okay, then tribal rebellions, which were this tribal rebellions. The important tribal rebellions were Sandal rebellion and Ulgulan. Ulgulan means Munda rebellion. Okay, Sandal and Munda rebellion. Then one military rebellion, Polygar rebellion. Okay, Polygar military leaders. Okay, then women rebellion, Kittu. നിങ്ങൾ റാണി ചിന്നമ്മയെ ഓർക്കുന്നുണ്ടാവും. അപ്പോൾ റാണി ചിന്നമ്മ നടത്തിയ ആ റിബല്യനാണ് വിമൻ റിബല്യനായിട്ട് വരുന്നത്, കിട്ടു റിബല്യൻ. ദെൻ വൺ പോപ്പുലർ റിബല്യൻ, ദാറ്റ് ഈസ് ആറ്റിങ്ങൽ റിവോൾട്ട്. ആറ്റിങ്ങൽ റിവോൾട്ട്, ഇറ്റ് വാസ് ദ പോപ്പുലർ റിബല്യൻ. ഇറ്റ് വാസ് ദ ഫസ്റ്റ് പോപ്പുലർ റിബല്യൻ എഗനിസ്റ്റ് ദ ബ്രിട്ടീഷ്. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന 1ാമത്തെ പോപ്പുലർ റിബല്യൻ എന്ന് പറയുന്നത് ആറ്റിങ്ങൽ റിബല്യനാണ്. കാരണം പീപ്പിൾ ഓഫ് ആറ്റിങ്ങൽ ദേ കിൽഡ് 140 ഇംഗ്ലീഷ്മെൻ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഈ റെസിസ്റ്റൻസ് നിങ്ങൾക്കറിയാം. ഇതെല്ലാം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഓൾ ദീസ് വെയർ ഐസൊലേറ്റഡ് വൺ. എന്താണ് ഈ ഐസൊലേറ്റഡ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? ഇത് ഒരു പർട്ടിക്കുലർ ഏരിയയിലെ ഒരു പർട്ടിക്കുലർ പേഴ്സൺ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നടത്തിയ അല്ലെങ്കിൽ കുറച്ച് ആളുകൾ നടത്തിയ ഒരു ലോക്കലി സംഭവിച്ച റിബല്യൻസ് ആണ്. അതുകൊണ്ട് ഇതിനെ നമുക്ക് നിങ്ങളുടെ പുസ്തകത്തിൽ അതിനുവേണ്ടി പറഞ്ഞിരിക്കുന്ന വേർഡാണ് ഐസൊലേറ്റഡ് റിബല്യൻസ്. ഐസൊലേറ്റഡ്. ദെൻ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ദ റിവോൾട്ട് ഓഫ് 1857. ഇറ്റ് വാസ് ദ പോപ്പുലർ റിബല്യൻ. ഇറ്റ് വാസ് എ പോപ്പുലർ റിബല്യൻ ആൻഡ് ആൻ ഓർഗനൈസ്ഡ് വൺ. അപ്പം നമ്മൾ ഇതുവരെ പഠിച്ച റിബല്യൻസും ഇന്ന് നമ്മൾ പഠിക്കുന്ന റിവോൾട്ട് ഓഫ് 1857 തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇതുവരെ നമ്മൾ പഠിച്ച ഈ ടേബിളിൽ കാണുന്ന റിബല്യൻസ് എല്ലാം തന്നെ ഐസൊലേറ്റഡ് ആയിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ പഠിക്കുന്ന റിവോൾട്ട് ഓഫ് 1857 അതൊരു ഓർഗനൈസ്ഡ് വൺ ആണ്. ദ ലോട്ട് ഓഫ് പീപ്പിൾ, with different categories of people, with different groups of people involved in the revolt of 1857. It was not confined to a particular area or a particular locality. Almost all the areas of North India participated in the revolt of 1857. അപ്പോൾ 1857 റിവോൾട്ടിൻ്റെ 2 പ്രത്യേകത എന്ന് പറയുന്നത് അതിനകത്തെ പല ഗ്രൂപ്പ് ആളുകൾ ഇൻവോൾവ് ആയി. അതായത് ആർട്ടിസാൻസ്, പെസൻസ്, ലോക്കൽ ചീഫ്റ്റൻസ്, മിലിറ്ററി ലീഡേഴ്സ്, സോൾജേഴ്സ്, all categories of people involved in the revolt of 1857. Another thing is, it is not confined to a particular area, a particular locality. This revolt it is spread all over North India. അപ്പോൾ നോർത്ത് ഇന്ത്യയിലെ മുഴുവൻ സ്ഥലങ്ങളും ഇൻവോൾവ് ആയി. അപ്പോൾ അത്രയും പ്രത്യേകതയുള്ള ഒന്നാണ് നമ്മൾ ഇന്ന് പഠിക്കുന്ന the revolt of 1857. Okay, the revolt of 1857, historians consider revolt of 1857 as India's first struggle of independence. ഇപ്പോൾ ഇൻഡിപെൻഡൻസ് എന്നുള്ള ഒരു വേർഡ് പറയുന്നതിന് മുമ്പ് തന്നെ 1857 നടന്ന ഈ റെസിസ്റ്റൻസ്, ഈ റിബല്യൻ, ഈ റിവോൾട്ട്, ഇന്ത്യൻ ഹിസ്റ്റോറിയൻസ് ഇതിനെ എന്താണ് പേര് വിളിക്കുക? അവർ വിളിക്കുന്നതിനെ ദ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് എന്നാണ്. ദ ഫസ്റ്റ് സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ്.
അപ്പം നമുക്കറിയാം, നമ്മൾ പഠിച്ചതാണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസിന് വേണ്ടി നടന്ന ഒരു സീരീസ് ഓഫ് സ്ട്രഗിൾസ് ഉണ്ട്. ഈ സ്ട്രഗിൾസിൻ്റെ ഫസ്റ്റ് വൺ ആണെന്നാണ് ഇന്ത്യൻ ഹിസ്റ്റോറിയൻസ് ഈ റിവോൾട്ട് ഓഫ് 1857 അവർ വിശേഷിപ്പിക്കുന്നത്. അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ആണ് ഹിസ്റ്റോറിയൻസ് ഈ റിവോൾട്ടിന് കൊടുക്കുന്നത്. ഓക്കെ, സോ why this historians consider the revolt of 1857 as the first struggle for independence? 3 reasons. It was an organized rebellion against British imperialism. It was an organized one. That is the first reason. The second reason was it was the first anti-British struggle in which various sections of the society took part. Various sections took part in the revolt. Then people participated in the rebellion in many parts of the North India. നോർത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഈ റിവോൾട്ട് നടന്നു. അപ്പോൾ ഈ ഒരു 3 കാരണങ്ങൾ കൊണ്ടാണ് ഹിസ്റ്റോറിയൻസ് ഇതിനെ എന്ത് പേര് വിളിക്കുക? ദ ഫസ്റ്റ് സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ്. ഓക്കെ, ദെൻ വിച്ച് ആർ ദ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ 1857 റിബല്യൻ? പല ഗ്രൂപ്പ് ആൾക്കാർ പങ്കെടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ അവരാരൊക്കെയായിരുന്നു? നേറ്റീവ്സ്, സോ ദ പീപ്പിൾ നേറ്റീവ്സ്, ദെൻ പെസൻസ്, then artisans, native kings, soldiers, landlords. Every categories of people, every group of people participated in the revolt of 1857. Okay, ഈ കാറ്റഗറി ആൾക്കാർ മുഴുവൻ ഈ റിവോൾട്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അതാണ് ഈ റിവോൾട്ടിൻ്റെ ഇമ്പോർട്ടൻസ്. ദെൻ വിച്ച് വേർ ദ 2 അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ് ഇംപ്ലിമെൻറ്റഡ് ബൈ ബ്രിട്ടീഷ് ലെഡ് ടു 1857 റിവോൾട്ട്. 1857 റിവോൾട്ട് ഉണ്ടാകാനായിട്ട് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റീസണായിട്ട് പറയുന്നത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന 2 അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ് ആണ്. എന്താണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് റീഫോം? അവർ കൊണ്ടുവന്ന 2 പരിഷ്കാരങ്ങൾ. ഈ 2 പരിഷ്കാരങ്ങളും അവർ കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയായിരുന്നു? അവരുടെ സൂപ്രമസി ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അവരുടെ രാജ്യം ഇവിടെ എക്സ്പാൻഡ് ചെയ്യുക, കൂടുതൽ പ്രിൻസിലി സ്റ്റേറ്റുകളെ അവരുടെ അണ്ടറിലേക്ക് കൊണ്ടുവരിക, അതുപോലെ തന്നെ അവരുടെ സൂപ്രമസി ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുക. അപ്പോൾ ഏതൊക്കെയായിരുന്നു ആ 2 അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ്? ഫസ്റ്റ് വൺ ദ സബ്സിഡിയറി അലയൻസ് പോളിസി ആൻഡ് ദ സെക്കൻഡ് വൺ ദ ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. ഓക്കെ, സബ്സിഡിയറി അലയൻസ് പോളിസി ഒന്നാമത് അവർ കൊണ്ടുവന്ന അഡ്മിനിസ്ട്രേറ്റീവ് റീഫോമാണ് സബ്സിഡിയറി അലയൻസ് പോളിസി. രണ്ടാമത് അവർ കൊണ്ടുവന്നതാണ് ദ ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. അപ്പോൾ ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ പിടിച്ചടക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന 2 പോളിസികളാണ് സബ്സിഡിയറി അലയൻസ് പോളിസിയും ഡോക്ട്രിൻ ഓഫ് ലാപ്സും. ഇത് പഠിക്കണം, കാരണം ഇത് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് വൺ ദ സബ്സിഡിയറി അലയൻസ് പോളിസി. എന്താണ് ഈ പോളിസി? ഹൂ ഇംപ്ലിമെൻറ്റഡ് ദ സബ്സിഡിയറി അലയൻസ് പോളിസി ആൻഡ് വാട്ട് വാസ് ദ എയിം ബിഹൈൻഡ് ഇറ്റ്? ആരാണ് ഈ സബ്സിഡിയറി അലയൻസ് പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്തത്? ഏത് ബ്രിട്ടീഷുകാരനാണ്? അതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? അതിൻ്റെ എയിം എന്തായിരുന്നു? അതിൻ്റെ ഗോൾ എന്തായിരുന്നു? ദിസ് പോളിസി വാസ് ഇംപ്ലിമെൻറ്റഡ് ബൈ ലോർഡ് വെല്ലസ്ലി, ദ ഗവർണർ ജനറൽ. അന്നത്തെ ഗവർണർ ജനറൽ ആയിരുന്ന ലോർഡ് വെല്ലസ്ലി. ഇത് വായിക്കേണ്ടത് എങ്ങനെയാണ്? ലോർഡ് വെല്ലസ്ലി. ഓക്കെ, ലോർഡ് വെല്ലസ്ലിയാണ് ഈ പോളിസി കൊണ്ടുവന്നത്. എന്തായിരുന്നു ഇതിൻ്റെ എയിം? ദ ഫസ്റ്റ് എയിം വാസ് ദ എക്സ്പാൻഷൻ ഓഫ് ബ്രിട്ടീഷ് എംപയർ. ബ്രിട്ടീഷ് എംപയർ ഇന്ത്യ മുഴുവൻ എക്സ്പാൻഡ് ചെയ്യുക. ദ സെക്കൻഡ് എയിം വാസ് ദ സ്ട്രെങ്തൻ സോവർണിറ്റി. അവരുടെ സോവർണിറ്റി, അവരുടെ രാഷ്ട്രീയ അധികാരം സ്ട്രെങ്തൻ ചെയ്യുക. their supremacy, their sovereignty strengthened. ഇപ്പോൾ ഈ 2 ഉദ്ദേശത്തോടെ വെല്ലസ്ലി കൊണ്ടുവന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പോളിസിയാണ് സബ്സിഡിയറി അലയൻസ് പോളിസി. അപ്പോൾ ഇത് ഒരു എഗ്രിമെൻ്റാണ്. ഈ അലയൻസ് പോളിസിയിൽ സൈൻ ചെയ്യുന്ന ഇന്ത്യൻ ലോക്കൽ രാജ്യത്തിന് എന്ത് സംഭവിക്കും? അത് ക്രമേണ എന്തായി മാറും? ബ്രിട്ടീഷ് ഇന്ത്യയായിട്ട് മാറും, ബ്രിട്ടീഷുകാരുടെ പ്രോപ്പർട്ടി ആയിട്ട് മാറും. അപ്പോൾ അതൊരു ചതിയായിരുന്നു അല്ലേ? ഈ ലോർഡ് വെല്ലസ്ലി കൊണ്ടുവന്ന ഈ സബ്സിഡിയറി അലയൻസ് പോളിസി എന്ന് പറയുന്നത് ഒരു നാട്ടുരാജാക്കന്മാർക്കുള്ള ഒരു ചതിയായിരുന്നു അല്ലേ? അതൊരു ചീറ്റിംഗ് ആയിരുന്നു. ഈ പോളിസിയിൽ സൈൻ ചെയ്യുന്ന നാട്ടുരാജ്യം അവസാനം എന്ത് സംഭവിക്കും? അറ്റ് ലാസ്റ്റ് ദിസ് ബ്രിട്ടീഷ് പീപ്പിൾ ദേ അനെക്സ് ദാറ്റ് പർട്ടിക്കുലർ കൺട്രി ആൻഡ് ദേ joined that country also to the British India.
അവർ ബ്രിട്ടീഷ് ഇന്ത്യയോട് അത് കൂട്ടിച്ചേർക്കും. അപ്പം നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പഠിക്കാം. വിച്ച് വെയർ ദ കണ്ടീഷൻസ് പ്രിൻസിലി സ്റ്റേറ്റ് ഹാഡ് ടു ഫോളോ വെൻ ദേ എൻ്റർ ഇൻ ടു ദ സബ്സിഡിയറി അലയൻസ് പോളിസി വിത്ത് ദ ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാരുമായിട്ട് സബ്സിഡിയറി അലയൻസ് പോളിസിയിൽ സൈൻ ചെയ്യുന്ന ഒരു ലോക്കൽ കിങ്ങിനെ, ഒരു ലോക്കൽ സ്റ്റേറ്റിനെ വാട്ട് ഹാപ്പൻ, എന്ത് സംഭവിക്കും? They should keep one unit of the army of the company permanently within its kingdom. പെർമനൻ്റ് ആയിട്ട് ആർമി, ഈ കമ്പനിയുടെ ആർമിയെ ആ രാജ്യത്ത് താമസിപ്പിക്കണം. നോക്കിക്കേ, ഒന്നാമത്തെ ആ ഒരു കണ്ടീഷൻ തന്നെ എത്ര അപകടകരമാണെന്ന് നോക്കുക. എത്ര അപകടകരമാണ്. ബ്രിട്ടീഷ് ആർമിയെ ഈ പ്രിൻസിലി സ്റ്റേറ്റ് അവരുടെ രാജ്യത്ത് താമസിപ്പിക്കണം. They should keep one unit of the army of the company permanently within its kingdom. Second one, all the expenses of the company's troop was to be borne by the allied king. ഈ കിങ് ആ കമ്പനിയുടെ ആർമിക്ക് വേണ്ട എല്ലാ എക്സ്പെൻസും താങ്ങിക്കണം. All the expenses of the company's army, troop means army, was to be borne by the allied king. Allied king means princely state. അപ്പോൾ അവരുടെ ചിലവ് വഹിക്കണം. The allied king must not enter into alliance with the other European countries without the company's approval. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോടെ അപ്രൂവൽ ചോദിക്കാതെ ഈ ലോക്കൽ കിങ് വേറെ ഒരു യൂറോപ്യൻ രാജ്യമായിട്ടും അലയൻസ് സൈൻ ചെയ്യാൻ പാടില്ല. ദ പ്രിൻസിലി സ്റ്റേറ്റ് ഷുഡ് നോട്ട് എൻ്റർ ഇൻ ടു എനി അലയൻസ് വിത്ത് അതർ യൂറോപ്യൻ കൺട്രീസ് വിത്തൗട്ട് ദ അപ്രൂവൽ ഓഫ് ദ കമ്പനി. അപ്പോൾ കമ്പനിയുടെ പിടിയിലായി അല്ലേ. കമ്പനിയുടെ അപ്രൂവൽ ഇല്ലാതെ ഇവർ മറ്റൊരു യൂറോപ്യൻ രാജ്യവുമായിട്ട് അലയൻസ് പാടില്ല. നോ ആക്ഷൻ ഷുഡ് ബി ടേക്കൺ ടു ദ അലൈഡ് കിങ് വിത്തൗട്ട് കൺസൾട്ടിങ് ദ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ. ഒരു ആക്ഷനും എടുക്കാൻ പാടില്ല ആരുമായിട്ട് കൺസൾട്ട് ചെയ്യാതെ? ബ്രിട്ടീഷ് ഗവർണർ ജനറൽ. ബ്രിട്ടീഷ് ഗവർണർ ജനറലുമായിട്ട് ഡിസ്കസ് ചെയ്യാതെ ഹി ഷുഡ് നോട്ട് ടേക്ക് എനി ആക്ഷൻ. The allied king must provide accommodation for British resident in his country. ബ്രിട്ടീഷുകാരെ റെസിഡൻ്റ് എന്നുള്ള പേരിൽ ഒരു ബ്രിട്ടീഷുകാരനെ ഈ രാജ്യത്തോട്ട് വിടും. അയാളെ എന്ത് ചെയ്യണം? അയാളെ ഭക്ഷണവും അയാൾക്കുള്ള സാലറിയും ഒക്കെ കൊടുത്ത് നോക്കിക്കോണം, തീറ്റിപ്പോറ്റണം. നോ ആക്ഷൻ ഷുഡ് ബി ടേക്കൺ ബൈ ദ അലൈഡ് കിങ്. ആ ഗവർണർ ജനറൽ വിടുന്ന ആളുമായിട്ട് കൺസൾട്ട് ചെയ്യാതെ ഒരു ആക്ഷനും എടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ റെസിഡൻറ്റിൻ്റെ എല്ലാ അക്കോമഡേഷനും ഈ അലൈഡ് കിങ് വഹിക്കണം. ദ അലൈഡ് കിങ് മസ്റ്റ് പ്രൊവൈഡ് അക്കോമഡേഷൻ ഫോർ ദ ബ്രിട്ടീഷ് റെസിഡൻറ്റ്. ഇഫ് ദീസ് കണ്ടീഷൻസ് വെർ വയലേറ്റഡ്, ഇഫ് ദീസ് കണ്ടീഷൻസ് ഷുഡ് ബി വയലേറ്റഡ്, ദ പ്രിൻസിലി സ്റ്റേറ്റ് ഷുഡ് ബി അന്നക്സ്ഡ് ബൈ ദ ബ്രിട്ടീഷ്. ബ്രിട്ടീഷ് അന്നക്സ് ദാറ്റ് പർട്ടിക്കുലർ പ്രിൻസിലി സ്റ്റേറ്റ്. നോക്കിക്കേ, ഈ സബ്സിഡിയറി അലയൻസ് എന്നുള്ള ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന അഡ്മിനിസ്ട്രേറ്റീവ് പോളിസിയിൽ സൈൻ ചെയ്യുന്ന ഒരു പ്രിൻസിലി സ്റ്റേറ്റിന്, ഒരു ലോക്കൽ കിങ്ങിന് സംഭവിക്കുന്ന ഏറ്റവും വലിയ അപകടങ്ങളാണ് ഈ 4-5 പോയിൻറ്റ്സ്. അവർ എല്ലാ കാര്യങ്ങളിലും ബ്രിട്ടീഷുകാരുടെ അനുവാദം ചോദിക്കണം, ബ്രിട്ടീഷുകാരുടെ ട്രൂപ്പിനെ അവിടെ താമസിപ്പിക്കണം, ആ ട്രൂപ്പിന് വേണ്ട എല്ലാ അക്കോമഡേഷനും കൊടുക്കണം, അവരുടെ എക്സ്പെൻസ് വഹിക്കണം. ഒരു റെസിഡൻ്റ് എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനെ വിടും, അയാളെ അക്കോമഡേറ്റ് ചെയ്യണം. ഇനി ഇതേതെങ്കിലും ഒരു കണ്ടീഷൻ വയലേറ്റ് ചെയ്യപ്പെട്ടാൽ ആ രാജ്യം ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കും. ദാറ്റ് പർട്ടിക്കുലർ സ്റ്റേറ്റ് ഷുഡ് ബി അന്നെക്സ്ഡ് ബൈ ദ ബ്രിട്ടീഷ്. അതാണ് സബ്സിഡിയറി അലയൻസ് എന്ന പോളിസിയുടെ ചതി. അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചോണം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഡോക്ട്രിൻ ഓഫ് ലാപ്സ്, സെക്കൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് പോളിസി. ഇത് അതിനേക്കാൾ വലിയൊരു ചതിയാണ്. നോക്കിക്കേ, ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇത് എത്രമാത്രം ഒരു ചതിയായ ഒരു പോളിസിയായിരുന്നു. വിച്ച് വെയർ ദ കണ്ടീഷൻസ് ബിഹൈൻഡ് ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്ന് പറയുന്ന ആ പോളിസി എന്തായിരുന്നു? ആരാണിത് കൊണ്ടുവന്നത്? ഡോക്ട്രിൻ ഓഫ് ലാപ്സ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ലോർഡ് ഡെൽഹൌസി. ലോർഡ് ഡെൽഹൌസി എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷുകാരനാണ് ഇത് കൊണ്ടുവന്നത്. ഓക്കെ, according to this policy, what happened? If the ruler of a princely state died without male heirs, the princely state should fall under the control of English East India Company. ഏതെങ്കിലും ഒരു പ്രിൻസിലി സ്റ്റേറ്റിൻ്റെ രാജാവ് ഒരു അനന്തരാവകാശി ഇല്ലാതെ, ഒരു മെയിൽ ഹെയർ ഇല്ലാതെ, അത് എന്താണ്, അവർക്ക് മക്കളായിട്ട് പെൺകുട്ടികളുണ്ടായിട്ട് കാര്യമില്ല, ഒരു ആൺകുട്ടി ഇല്ലാതെ, ആൺകുട്ടിയായിട്ട് ഒരു
എന്താണ് അയാളുടെ കാലശേഷം ഒരാളില്ലെങ്കിൽ വാട്ട് ഹാപ്പൻ, ദാറ്റ് പ്രിൻസിലി സ്റ്റേറ്റ് ഷുഡ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അതായത് ഒരു രാജ്യത്തെ രാജാവിനെ ആൺമക്കളില്ലെങ്കിൽ ആ രാജ്യം ബ്രിട്ടീഷ് ഇന്ത്യ പിടിച്ചെടുക്കും, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതിനെ പിടിച്ചെടുക്കും. ദാറ്റ് വാസ് ദ കണ്ടീഷൻ ഇൻ ദ ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. അതായത് ഇതിൻ്റെ മലയാളം എന്താണെന്നൊന്ന് കേട്ടേ, ദത്താവകാശ നിരോധന നിയമം എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതായത് ദത്തെടുക്കാൻ പാടില്ല. രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ, ഹൗഎവർ ദ കിങ് പവർ ടു അഡോപ്റ്റ് വാസ് അബോളിഷ്ഡ്. കിങ്ങിന് അഡോപ്റ്റ് ചെയ്യാനുള്ള പവർ അബോളിഷ് ചെയ്ത് കളഞ്ഞു ബ്രിട്ടീഷുകാരെ. നോക്കിക്കേ, അപ്പോൾ ഇന്ത്യയിലെ ഒരു പ്രാക്ടീസ് അനുസരിച്ച് ഒരു രാജാവിന് ആൺമക്കളില്ലെങ്കിൽ അവരടുത്തുള്ള രാജ്യത്തു നിന്ന് ഒരു മകനെ എന്തു ചെയ്യും, അഡോപ്റ്റ് ചെയ്യും. ഈ അഡോപ്ഷനുള്ള അവരുടെ പവർ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്ന് പറയുന്ന പോളിസി കൊണ്ടുവന്ന് അതിനെ ബാൻ ചെയ്തു, അതിനെ കട്ട് ചെയ്തു. സോ ദ ബ്രിട്ടീഷ് ദേ ബാൻ, ദേ അബോളിഷ്, വേറൊരു വാക്കാണെങ്കിൽ അബോളിഷ് ദ പവർ ഓഫ് എ കിങ് ടു അഡോപ്റ്റ് എ ചൈൽഡ്. അങ്ങനെ സംഭവിച്ചാൽ ഈ രാജാവ് മരിച്ചാൽ എന്ത് സംഭവിക്കും, ഇഫ് ദാറ്റ് പർട്ടിക്കുലർ കിങ് died without a male heir, the princely state should be under the control of English East India Company. That was doctrine of lapse. അപ്പോൾ ഡോക്ട്രിൻ ഓഫ് ലാപ്സും ഈ സബ്സിഡിയറി അലയൻസ് പോളിസിയുമാണ് രണ്ട് പ്രധാനപ്പെട്ട റീസൺസ് എന്തിന്, ദ റിവോൾട്ട് ഓഫ് 1857. നെക്സ്റ്റ്, ഇവരൊക്കെയാണ് റിവോൾട്ട് ഓഫ് 1857 leaders, persons who led the rebellion. Mangal Pandey, he was the first one. Rani Lakshmi Bai, Tandia Topi, Bahadur Shah, Kanwar Singh and Begum Hasrat Mahal. All these people, all these chieftains, soldiers, ഇതിനകത്ത് soldiers ഉണ്ട്, chieftains ഉണ്ട്, princely സ്റ്റേറ്റിൻ്റെ കിങ്ങുകളുണ്ട്, നമ്മുടെ അന്നത്തെ മുഗൾ എംപറർ ബഹദൂർ ഷാ സെക്കൻഡ്. കൻവാർ സിംഗിൻ്റെ കാര്യം നിങ്ങളുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ധീരതയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ റിവോൾട്ട് ഓഫ് 1857 നടക്കുന്ന സമയത്തെ കൻവാർ സിംഗിനെ വെടിയേക്കുകയും അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് ആം ഒടിഞ്ഞു തൂങ്ങി വേർപെട്ട് കിടക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ വാളെടുത്ത് ആ കയ്യെ വെട്ടി ദൂരേക്ക് എറിഞ്ഞു കളഞ്ഞു. അത്രയ്ക്ക് ധീരത പ്രകടിപ്പിച്ചവരായിരുന്നു നമ്മുടെ ഈ ലീഡേഴ്സ് എല്ലാവരും തന്നെ. ഇവർക്കൊക്കെ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു. 1857 റിവോൾട്ട് ഈ ലീഡേഴ്സിനാൽ സമ്പന്നമായിരുന്നു. ഓക്കെ, അടുത്ത ലീഡേഴ്സിൻ്റെ പേര് നമുക്കൊന്ന് വായിക്കാം. കാൺപൂരിൽ ഇതിന് ഡൽഹിയിലെ ബഹദൂർ ഷാ സെക്കൻഡ്, ദ മുഗൾ എംപറർ. ദെൻ കാൺപൂർ നാനാ സാഹിബ്, ലക്നൗ ബീഗം ഹസ്രത്ത് മഹൽ, ഝാൻസി ലക്ഷ്മിബായി, ദെൻ ബീഹാർ Kanwar Singh, that is Allahabad Lekayat Ali, then സുരേന്ദ്ര സായി. ഇങ്ങനെ കുറേ ലീഡേഴ്സാണ് ഈ 1857 റിവോൾട്ടിന് ലീഡർഷിപ്പ് കൊടുത്തത്. ഓരോ സ്ഥലത്ത് ലീഡർഷിപ്പ് കൊടുക്കാനായിട്ട് ലോക്കൽ ലീഡേഴ്സ് ഉണ്ടായിരുന്നു. അവരൊന്നുകിൽ ലോക്കൽ കിങ് ആയിരിക്കും, അല്ലെങ്കിൽ അവിടുത്തെ ഒരു ലോക്കൽ മിലിറ്ററി ലീഡർ ആയിരിക്കും, അതുമല്ലെങ്കിൽ ഒരു ഇന്ത്യൻ സോൾജിയർ ആയിരിക്കും. അപ്പം നോർത്ത് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും നടന്ന ഒരു റിവോൾട്ടായിരുന്നു 1857 റിവോൾട്ട്. നെക്സ്റ്റ്, വാട്ട് വേർ ദ റീസൺസ് ഫോർ ദ റിവോൾട്ട് ഓഫ് 1857? 1857 റിവോൾട്ടിൻ്റെ റീസൺസ് എന്തൊക്കെയായിരുന്നു? വളരെ ബ്രീഫായിട്ട് പറഞ്ഞാൽ, ദ ഡിസാറ്റിസ്ഫാക്ഷൻ എമംഗ് ഡിഫറെൻറ്റ് സെക്ഷൻസ് ഓഫ് ദ പീപ്പിൾ, സൊസൈറ്റിയിലെ ആളുകളുടെ ആ തൃപ്തിയില്ലായ്മ, ബ്രിട്ടീഷ് ഭരണത്തോടുള്ള ഡിസാറ്റിസ്ഫാക്ഷൻ. അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ്, ഏതൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ് ആണ്? സബ്സിഡിയറി അലയൻസ് ആൻഡ് ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. ദെൻ ഡിസാറ്റിസ്ഫാക്ഷൻ ഓഫ് ഇന്ത്യൻ സോൾജിയേഴ്സ്. ഇന്ത്യൻ സോൾജിയേഴ്സ് എന്ന് ഇവിടെ മീൻ ചെയ്യുന്നത് എന്താണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരായ സോൾജിയേഴ്സ്. അവരെ വിളിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഷിപ്പോയി. അവരെ വിളിക്കുന്നത്, ബ്രിട്ടീഷുകാർ വിളിക്കുന്നത് എന്തായിരുന്നു? സോൾജിയേഴ്സ് എന്ന് പോലും അല്ലായിരുന്നു, ഷിപ്പോയിസ്. അപ്പോൾ അവരുടെ ഡിസാറ്റിസ്ഫാക്ഷൻ, ഇതാണ് റിവോൾട്ട് ഓഫ് 1857 റീസൺസ്. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ ഡിസാറ്റിസ്ഫാക്ഷൻ ഓഫ് ദി ഇന്ത്യൻ സോൾജിയേഴ്സ് ഓഫ് ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ സോൾജിയേഴ്സിനെ, ഇന്ത്യൻ സോൾജിയേഴ്സിനെ
ഡിസ്സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായത് എന്തുകൊണ്ടാണ്? ഒരു 3 മാർക്കിൻ്റെ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരാം, നമുക്കതൊന്ന് പഠിക്കാം. ദ ഇന്ത്യൻ സോൾജിയേഴ്സ് വെയർ പെയ്ഡ് ലെസ്. അവിടെ സാലറി വളരെ കുറവായിരുന്നു. ആൻഡ് ദേ പെയ്ഡ് പ്രൊവൈഡ് പുവർ ഫുഡ്, പുവർ അക്കോമഡേഷൻ. അവരുടെ താമസം, അവരുടെ ഫുഡ്, അവരുടെ സാലറി ഓൾ വെയർ പുവർ, വളരെ മോശമായിരുന്നു. ദെൻ ദ കമ്പനി സപ്ലൈഡ് എ ന്യൂ ടൈപ്പ് ഓഫ് എൻഫീൽഡ് ഗൺ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആ സമയത്ത് ഒരു എൻഫീൽഡ് ഗണ്ണ് പ്രൊവൈഡ് ചെയ്തു. ദ കാറ്റ്രിഡ്ജ് ഹാഡ് ഗ്രീസ്ഡ് പേപ്പർ കവർ. അതിൻ്റെ അതിനകത്തിടുന്ന കാറ്റ്രിഡ്ജിന് ഒരു ഗ്രീസ് തേച്ച പേപ്പർ കവർ ഉണ്ടായിരുന്നു. ഈ പേപ്പർ കവറെ അവരെന്ത് ചെയ്യണമായിരുന്നു? ദേ ഹാഡ് ടു ബിറ്റൺ ഓഫ് ടു യൂസ് ദ ഗൺ. ഗണ്ണിലേക്ക് ഇടുന്നതിന് മുമ്പ് അത് പല്ലുകൊണ്ട് അത് കടിച്ചിങ്ങനെ നീക്കണമായിരുന്നു, കടിച്ചു മാറ്റണമായിരുന്നു. ബിറ്റൺ ഓഫ് ഏതാണ്? ഈ ഗ്രീസ് ചേർത്ത ഈ പേപ്പർ കവർ. പക്ഷേ ഒരു റൂമർ ഉണ്ടായി. there was a rumor among the soldiers that the cover was smeared with the type of grease made by cow and pig fat. കൗവിൻ്റെയും പിഗിൻ്റെയും ഫാറ്റ് കൊണ്ട് ഉണ്ടാക്കിയതാണ് ഇതിൽ തേക്കുന്ന ഗ്രീസ് എന്ന് ഒരു റൂമർ പടർന്നു. എന്താണ് റൂമർ? അത് സത്യമാകാം, കള്ളമാകാം, അല്ലേ? ഒരു നമ്മൾ മലയാളത്തിൽ കിംവദന്തി എന്ന് പറയത്തില്ലേ, കിംവദന്തി, ഒരു റൂമർ. എന്താണ്? കൗവിൻ്റെയും പിഗിൻ്റെയും ഫാറ്റ് കൊണ്ടാണ് ആ ഗ്രീസ് ഉണ്ടാക്കുന്നതെന്ന് ഒരു റൂമർ ഉണ്ടായി. ദിസ് വൂണ്ടഡ് ദ റിലീജിയസ് സെൻറ്റിമെൻറ്റ്സ് ഓഫ് ദ ഇന്ത്യൻ സോൾജിയേഴ്സ്. അപ്പോൾ ഇന്ത്യൻ സോൾജിയേഴ്സ് നിങ്ങൾക്കറിയാം, ദേ വെയർ ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ്. അവർക്ക് ഈ കൗവിൻ്റെയും പിഗിൻ്റെയും ഫാറ്റ് അവരുടെ റിലീജിയസ് സെൻറ്റിമെൻറ്റ്സിനെ വൂണ്ട് ചെയ്തു. അവരുടെ മതവികാരങ്ങൾ വ്രണപ്പെട്ടു. അതാണ് ഡിസാറ്റിസ്ഫാക്ഷൻ്റെ ഒരു കാരണം. അപ്പോൾ ഈ റൂമർ ഒരു കാരണം, പിന്നെ ലെസ് പേയ്മെൻറ്റ്, പുവർ ഫുഡ്, പുവർ അക്കോമഡേഷൻ. All these are the reasons for the dissatisfaction of soldiers, and this dissatisfaction of the soldiers was the reason for revolt of 1857. 1857 റിവോൾട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് മംഗൾ പാണ്ഡെ എന്ന് പറയുന്ന ഒരു സോൾജിയറെ, ഒരു ബ്രിട്ടീഷ് ഓഫീസറെ വെടിവെച്ച് കൊന്നു. മംഗൾ പാണ്ഡെയെ ബ്രിട്ടീഷുകാരെ 1857 ഏപ്രിൽ 8 അവർ അദ്ദേഹത്തെ വധിച്ചു, അദ്ദേഹത്തെ കൊന്നു. ഇതാണ് 1857 റിവോൾട്ടിൻ്റെ അതിൻ്റെ ബിഗിനിങ്. അപ്പോൾ സോൾജിയേഴ്സാണ്, ഇന്ത്യൻ സോൾജിയേഴ്സാണ് ഇത് ബിഗിൻ ചെയ്തത്. അതിൻ്റെ തുടക്കക്കാരൻ മംഗൾ പാണ്ഡെ ആയിരുന്നു. മംഗൾ പാണ്ഡെ, അത് വൺ വേർഡായിട്ട് ഓർത്തോണം, മംഗൾ പാണ്ഡെ. അദ്ദേഹമാണ് ആദ്യമായിട്ടൊരു ബ്രിട്ടീഷ് ഓഫീസറെ വെടിവെച്ച് കൊന്ന് ഈ റിവോൾട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, റിവോൾട്ടിൽ സോൾജിയേഴ്സിൻ്റെ കൂടെ ആരൊക്കെ പങ്കെടുത്തു? ലോക്കൽ ചീഫുകൾ, അതുപോലെ ആർട്ടിസാൻസ്, പെസൻസ്, ദെൻ soldiers, every groups of people joined the revolt. What was the immediate effect of revolt? ഈ റിവോൾട്ടിൻ്റെ ഇമ്മീഡിയറ്റ് ഇഫക്റ്റ് എന്തായിരുന്നു? വിതിൻ മന്ത്സ് ദ ബ്രിട്ടീഷ് സപ്രസ് ദ റിബല്യൻ. മാസങ്ങൾ കൊണ്ട് അവരത് അടിച്ചമർത്തി. മെനി ഇന്ത്യൻ വെയർ ഷോട്ട് ഡെഡ്. കുറേ ഇന്ത്യക്കാരെ വെടിവെച്ച് കൊല്ലപ്പെട്ടു. മെനി വെയർ കാനൻ ടു ഡെത്ത്. ഒരുപാട് ആളുകൾ കാനൻ ടു ഡെത്ത്. Then thousands were hanged out upside from the branches of tree. മീററ്റ് തൊട്ട് ഡൽഹി വരെയുള്ള പ്രദേശങ്ങളിലെ 2 റോഡ് സൈഡിലെയും മരങ്ങളിലെ ജീവനോടെ ആളുകളെ ഇങ്ങനെ കെട്ടിത്തൂക്കി. തൗസൻഡ്സ് ഹൂ വെയർ അലീവ് വെയർ ഹാങ്ഡ് അപ്സൈഡ്, ഹാങ്ഡ് തൂക്കിയിട്ടു, മരിച്ചിട്ടല്ല, ജീവനോടെ തൂക്കിയിട്ടു. എവിടെ? ബ്രാഞ്ചസ് ഓഫ് ട്രീ. എവിടെ തൊട്ട് എവിടെ വരെയാണ്? മീററ്റ് തൊട്ട് ഡൽഹി വരെ ആളുകൾ ഇങ്ങനെ തൂങ്ങിക്കടന്നു, ജീവനോടെ അവരെ കെട്ടിത്തൂക്കി. ഔട്ട് ഓഫ് 1/2 കിൽഡ് ഇൻ ദ റൈറ്റ് ഓഫ് ഔദ് അലോൺ. ഔദ് എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രം 1.5 ലക്ഷം ആൾക്കാർ കൊല്ലപ്പെട്ടു. 1 lakh വെയർ സിവിലിയൻസ്. അത് സോൾജിയേഴ്സ് അല്ല, അതിലെ 1 lakhും സിവിലിയൻസ് ആയിരുന്നു. ഇതാണ് ഇതിൻ്റെ ഇമ്മീഡിയറ്റ് ഇഫക്റ്റ്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്താണ്? ബ്രിട്ടീഷുകാരെ തോക്കുപയോഗിച്ച് ഈ റിവോൾട്ടിനെ അടിച്ചമർത്തി, സപ്രസ് ചെയ്തു, അനേകായിരം മനുഷ്യരെ കൊന്നുമുക്കി. തൗസൻഡ്സ് ആൻഡ് ലാക്സ് ഓഫ് പീപ്പിൾ ലോസ് ദെയർ ലൈഫ്. ആളുകളെ ജീവനോടെ മരങ്ങളിൽ കെട്ടിത്തൂക്കിയിട്ടു. ദാറ്റ് വാസ് ദ ഇമ്മീഡിയറ്റ് ഇഫക്റ്റ്. ദെൻ വിച്ച് വെർ ദ ലിമിറ്റേഷൻസ് ഓഫ് ദ റിബല്യൻ ഓഫ് 1857. ഇപ്പം നിങ്ങൾ ചിന്തിക്കേണ്ടതായിരിക്കും, ഇത്രയും ആളുകൾ പങ്കെടുത്ത, ഇത്രയും ലോക്കൽ ചീഫുകളൊക്കെ പങ്കെടുത്ത ഈ റിബല്യൻ എന്തുകൊണ്ട് ഇത്രയും ഒരു പരാജയമായിപ്പോയി, ഒരു ഫെയിലിയർ ആയിപ്പോയി?
അല്ലേ? നമ്മൾ വിചാരിക്കും എന്താണ് ഇത് ഫെയിലിയർ ആകാൻ കാരണം? അതിന് കാരണമുണ്ട്. നോക്കിക്കേ, വാട്ട് വെർ ദ ലിമിറ്റേഷൻസ്? ഇതിൻ്റെ നെഗറ്റീവ് ആസ്പെക്ട്സ് എന്തൊക്കെയായിരുന്നു? എന്തായിരുന്നു ഇതിൻ്റെ കുറവുകൾ? ദ റിബല്യൻ വാസ് കൺഫൈൻഡ് എ ഫ്യൂ പാർട്സ് ഓഫ് ദ നോർത്തേൺ ഇന്ത്യ. നോർത്തേൺ ഇന്ത്യയിൽ മാത്രമേ ഇത് നിന്നുള്ളൂ, സൗത്തിലേക്ക് വന്നില്ല. അതാണ് ഇതിൻ്റെ ഒന്നാമത്തെ ലിമിറ്റേഷൻ. ഇത് വെറും നോർത്ത് ഇന്ത്യയിലായിട്ട് നിന്നു. ഇന്ത്യ നോർത്ത് ഇന്ത്യ മാത്രമല്ലല്ലോ, നോർത്തും സൗത്തും ചേർന്നതാണ്. അപ്പോൾ സൗത്ത് ഇന്ത്യയിലേക്കൊന്നും ഈ ഒരു റിവോൾട്ട് എത്തിയേയില്ല. ദെൻ ദ റിബല്യൻ ഹാഡ് നോ ഓർഗനൈസ്ഡ് ലീഡർഷിപ്പ്. അവിടെ ഇവിടെയും കുറച്ച് ലീഡേഴ്സിനെ നമ്മൾ കണ്ടതല്ലാതെ അവർ ഓർഗനൈസ്ഡ് അല്ലായിരുന്നു. അവർക്കൊരു കോർഡിനേഷൻ ഇല്ലായിരുന്നു. ദെർ വാസ് നോ കോർഡിനേഷൻ, നോ ഓർഗനൈസ്ഡ് ലീഡർഷിപ്പ്. ദ കമ്പനി ആർമി ഹാഡ് മോർ ഇംപ്രവൈസ്ഡ് മിലിറ്ററി ആൻഡ് ഓർഗനൈസ്ഡ് സ്കിൽ. കമ്പനിക്കോ വളരെ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള മിലിറ്ററി ഓർഗനൈസേഷനുണ്ട്, സ്കില്ലുണ്ട്, അതുപോലെ തന്നെ അവർക്ക് വെപ്പൺസ് ഉണ്ട്. ദ മിഡിൽ ക്ലാസ് ഇൻ ഇന്ത്യ ജനറലി ഡിഡ് നോട്ട് സപ്പോർട്ട് ദ റിവോൾട്ട്. ഇന്ത്യയിലെ മിഡിൽ ക്ലാസ് അവർ ഈ റിബല്യനെ സപ്പോർട്ട് ചെയ്തില്ല. അതതിൻ്റെ ഒരു ലിമിറ്റേഷനായിട്ട് പോയി. എ സെക്ഷൻ ഓഫ് ദ പ്രിൻസിലി റൂളേഴ്സ് അസ്റ്റെയിൻ ഫ്രം ദ റിബല്യൻ. ഇപ്പം നമ്മൾ ഈ ലീഡേഴ്സിനെ കണ്ടപ്പോൾ നമുക്കറിയാം അത്രയും ലീഡേഴ്സ് അല്ലല്ലോ ഇന്ത്യയിലുള്ളത്. വേറെ എത്രയോ പ്രിൻസിലി സ്റ്റേറ്റുകളുണ്ട്, എത്ര പ്രിൻസസ് ഉണ്ട്, അവരിതിനകത്ത് പങ്കെടുത്തോ? നോ. ഈ 4-5 ലീഡേഴ്സ് മാത്രം. അപ്പോൾ കുറേ പ്രിൻസിലി സ്റ്റേറ്റുകളും റൂളേഴ്സും ഇതിൽ നിന്നും മാറി നിന്നു. മിഡിൽ ക്ലാസ് മാറി നിന്നു. എല്ലാവരും പങ്കെടുത്തില്ല. അതാണ് ഇതിൻ്റെ ലിമിറ്റേഷൻ. ഇത് സൗത്ത് ഇന്ത്യയിലേക്ക് വന്നില്ല, അത് മറ്റൊരു ലിമിറ്റേഷൻ. നമുക്ക് അവരെക്കാളും മോശം വെപ്പൺസ് ആയിരുന്നു, അത് വേറൊരു ലിമിറ്റേഷൻ. നമ്മുടെ ലീഡേഴ്സിന് ഒരു കോർഡിനേഷൻ ഇല്ലായിരുന്നു, അത് മറ്റൊരു ലിമിറ്റേഷൻ. കണ്ടോ എത്ര ലിമിറ്റേഷൻസ് ആണ്? ഈ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഈ റിവോൾട്ട് ഇതുപോലെ സപ്രസ് ചെയ്യാനായിട്ട് ബ്രിട്ടീഷുകാരെ കൊണ്ട് സാധിച്ചത്. നമ്മുടെ 1.5 ലക്ഷം ആൾക്കാർക്ക്, അതിൽ കൂടുതൽ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടാനും ഈ ഒരു റിവോൾട്ട് കാരണമായി. ഇനി നമുക്കിതിനെ പോസിറ്റീവായിട്ടുള്ള കുറച്ച് ഇമ്പാക്റ്റ് ഉണ്ട്, അത് പഠിക്കാം. ദ ഇമ്പാക്റ്റ് ഓഫ് റിവോൾട്ട് ഓഫ് 1857. ഇതിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റ് എന്തൊക്കെയാണ്? ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനീസ് റൂൾ ഇൻ ഇന്ത്യ വെയർ എൻഡഡ്. ഈ ഒരു റിവോൾട്ടോടുകൂടി ബ്രിട്ടീഷ് ക്യൂൻ ഇന്ത്യയിലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അവരുടെ റൂള് എൻഡ് ചെയ്തു. നമ്മുടെ ക്യൂൻ ഓഫ് ബ്രിട്ടൻ എന്തു പറഞ്ഞു? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ റൂള് മതി, നിർത്തിയേക്കുക. സോ ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ദേ ലോസ് ദ പവർ, ദേ ലോസ് ദ റൂൾ ഇൻ ഇന്ത്യ. ദ അഡ്മിനിസ്ട്രേറ്റീവ്, അപ്പോൾ ആര് പിന്നെ ഭരിച്ചു? ക്യൂൻ നേരിട്ട് ഭരിച്ചു. ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഇന്ത്യ കെയിം അണ്ടർ ദ ഡയറക്റ്റ് കൺട്രോൾ ഓഫ് ബ്രിട്ടീഷ് ക്യൂൻ. ബ്രിട്ടീഷ് ക്യൂനിൻ്റെ ഡയറക്റ്റ് കൺട്രോളിലേക്ക് ഇന്ത്യയുടെ അഡ്മിനിസ്ട്രേഷൻ പോയി. അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അവരുടെ അഡ്മിനിസ്ട്രേഷൻ എൻഡായി. ബ്രിട്ടീഷ് ക്യൂൻ ഇന്ത്യയുടെ അഡ്മിനിസ്ട്രേഷൻ ഡയറക്റ്റ് കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. ദ പൊസിഷൻ ഓഫ് ദ ഗവർണർ ജനറൽ വാസ് റീപ്ലേസ്ഡ് ബൈ വൈസ്രോയി. ഗവർണർ ജനറൽ എന്ന ആ പോസ്റ്റ് ബാൻ ചെയ്തു. എന്നിട്ട് പുതിയൊരു പോസ്റ്റ് ആരംഭിച്ചു, വൈസ്രോയി. വൈസ്രോയി എന്നുള്ള പേരിൽ പുതിയൊരു പോസ്റ്റ് വന്നു. ഇറ്റ് ഇൻസ്പയർഡ് ഇന്ത്യാസ് ലേറ്റർ നാഷണൽ മൂവ്മെൻറ്റ്. ഇന്ത്യയിൽ പിന്നീട് ഏതൊക്കെ നാഷണൽ മൂവ്മെൻറ്റ്സ് നടന്നോ അതിനെ എല്ലാം ഇൻസ്പയർ ചെയ്തത് ഈ റിവോൾട്ട് ഓഫ് 1857. ഇത് വലിയ ഇൻസ്പിരേഷൻ കൊടുത്തു, ഇന്ത്യക്കാർക്ക് വലിയ ഇൻസ്പിരേഷൻ കൊടുത്തു. ഹിന്ദു മുസ്ലിം യൂണിറ്റി ഉണ്ടാക്കി. അത് നമുക്ക് വേണേൽ എഴുതാം, എ യൂണിറ്റി എമംഗ് ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഹിന്ദുസും മുസ്ലിംസും തമ്മിൽ ഒരു യൂണിറ്റി ഉണ്ടാകാനും ദ റിവോൾട്ട് ഓഫ് 1857 കാരണമായി. ഇത് ഓർത്തിരുന്നോണേ, ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെയാണ് സംഭവിച്ചത്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ റൂള് നിന്നു. ബ്രിട്ടീഷ് ക്യൂൻ നേരിട്ട് ഡയറക്റ്റ് കൺട്രോളിലേക്ക് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവന്നു. ഗവർണർ ജനറൽ എന്നുള്ള പൊസിഷൻ മാറിയിട്ട് വൈസ്രോയി വന്നു. ഇന്ത്യക്കാരെ ഇത് ഇൻസ്പയർ ചെയ്തു. താങ്ക് യു ചിൽഡ്രൻ. നമ്മുടെ ചാപ്റ്റർ അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഈ 6 ക്ലാസ്സുകളും നന്നായിട്ട് കണ്ടുപഠിക്കുക. ഇതിൻ്റെ ഒരു ഓവറോൾ ഒരു അനാലിസിസ് നടത്തുന്ന ഒരു സെക്ഷൻ ഉണ്ടായിരിക്കും, അത് ഉടനെ തന്നെ കാണും. അപ്പോൾ എല്ലാവർക്കും, എല്ലാ കുഞ്ഞുങ്ങൾക്കും ടീച്ചറിൻ്റെ പ്രത്യേക ആശംസ. എല്ലാവരും ഈ ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ. God bless you.